Hello children, let us revise the topic fractions in today's session. Fractions, number of equal parts a whole is divided into. അതായത് ഒരു ഹോൾ അല്ലെങ്കിൽ വൺ ഫുള്ളിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ എത്ര ഈക്വൽ പാർട്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ഫ്രാക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ് us look at a rectangle. Let this rectangle be divided into 4 equal parts, and if I color one part out of it, we can represent the shaded portion as 1/4. This whole rectangle is divided into 4 equal parts. Adile shade idirikkunathu one part aanu. So the shaded part of this picture is 1/4. At the same time, the non-shaded part, ഇതിൽ കളർ ചെയ്യാത്ത എത്ര പാർട്സ് ഉണ്ട്? 1, 2, 3. ഈ റെക്റ്റാങ്കിളിൽ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 4 പാർട്സ്. സോ 3 പാർട്സ് ഓഫ് ദ 4, ടോട്ടൽ 4 ഉള്ളതിൽ 3 പാർട്സ് നോട്ട് ഷെയ്ഡഡ് ആണ്. സോ നോട്ട് ഷെയ്ഡഡ് പാർട്സ് നമ്മൾ ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? 3/4. So you can see that a fraction is represented using two numbers. Fractions എഴുതുമ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. The number that is written on top, മുകളിൽ എഴുതുന്ന നമ്പറിന് പറയുന്നത് ന്യൂമറേറ്റർ എന്നാണ്. And the number that is written at the bottom is the denominator. മുകളിൽ എഴുതുന്ന നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും, താഴെ എഴുതുന്ന നമ്പറിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. Denominator represents the total number of parts the whole is divided into. ഈ വൺ ഹോളിനെ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിലത്തെ ഈ 4 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ഡിനോമിനേറ്റർ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് പാർട്സ് ദ ഹോൾ ഇസ് ഡിവൈഡഡ് ഇൻറ്റു. അപ്പോൾ ഫ്രാക്ഷൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ പാർട്സ്. It is represented using two numbers. The number at the top is called the numerator and the number at the bottom is called the denominator. The denominator represents the number of equal parts a whole is divided into. ഒരു ഹോളിനെ എത്ര ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഡിനോമിനേറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Now if you look at this picture, this picture is not a, this does not represent a fraction. ഇതിലിപ്പോൾ ഇവിടെ ഒരു ഷെയ്ഡഡ് പോർഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ this does not represent a fraction. ഇത് ഫ്രാക്ഷനെ അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The reason being, ഇത് ഈക്വൽ പാർട്സ് അല്ല, ഈ 3 പാർട്സും ഈക്വൽ അല്ല. ഈക്വൽ പാർട്സ് ആകുമ്പോഴാണ് നമ്മളതിനെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. So I hope this is clear. Now moving forward, unit fractions. So as already mentioned, fraction is represented using two numbers, a numerator and a denominator. Fractions with numerator as 1. So 1/2, this is an example of a unit fraction. 1/4 is a unit fraction. 1/16 is a unit fraction. So any fraction with numerator 1 is a unit fraction. Fractions with numerator as 1 are unit fractions. Now equivalent fractions. Fractions with same value. രണ്ട് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, രണ്ട് ഫ്രാക്ഷൻസിന് സെയിം വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ ബട്ട് റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, അതിനെയാണ് നമ്മൾ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്.
let us look at these two pictures. Now if I shade one part out of this, the fraction that this rectangle represents, ഇവിടെ represent ചെയ്തിരിക്കുന്ന fraction ഏതാണ്? 1/3 ആണ് അല്ലേ? This is divided into 3 equal parts, so the denominator is 3 and one part is shaded out of it. ഇതിൽ one part shade ചെയ്തിട്ടുണ്ട്. Now here you can see this is divided into 1, 2, 3, 4, 5, 6. This is divided into 6 equal parts, so the denominator is 6. Now if I shade 2 part out of this, ഇതിൽ 2 part നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, just look at these two rectangles. ഈ 2 rectangles സെയിം സൈസ് ആണ്, അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻസും സെയിം സൈസ് ആണ്. സോ ദീസ് ടു റെപ്രസെൻറ്റ്സ് ദ സെയിം ഫ്രാക്ഷൻ. അതായത് ഇതിനെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്ത്, ഇതിൻ്റെ മിഡിലിൽ ഒന്നും കൂടി ഡിവൈഡ് ചെയ്തതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ഫ്രാക്ഷൻ 2/6. സോ ദീസ് ടു ബിക്കംസ് ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ്. ഇത് രണ്ടും സെയിം ഫ്രാക്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബട്ട് വെൻ യു ലുക്ക് അറ്റ് ദിസ് യു ക്യാൻ സീ ദ വാല്യൂസ് മേ അപ്പിയർ ഡിഫറെൻറ്റ്. ഇതിൻ്റെ വാല്യൂസ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നാം, പക്ഷേ ദേ റെപ്രസെൻറ്റ് ദ സെയിം ഫ്രാക്ഷൻ. ബിക്കോസ് വെൻ ഐ ഡിവൈഡ്, ഇതിൻ്റെ നടുക്ക് ഒരു ലൈന് വരച്ചപ്പോൾ ഇത് രണ്ടും സെയിം പിക്ചറായി അല്ലേ? സോ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ഹാവ് ടു ഫൈൻഡ് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ ഫോർ 1/3, I can multiply the numerator by 4. ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിനെയും 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 into 4 ചെയ്യാം. So 1 into 4 is 4 and 3 into 4 is 12. So we get 4/12. So the numerator and denominator is multiplied by the same number 4. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണത് 4/4 എന്ന ഫ്രാക്ഷൻ കൊണ്ടാണ്. മുകളിലും 4 ഉണ്ട്, ന്യൂമറേറ്ററിലും 4 ഉണ്ട്, ഡിനോമിനേറ്ററിലും 4 ഉണ്ട്. 4/4 എത്രയാണ്? 1 ആണ്. So here any number multiplied by 1 you get the same number. So we are just changing the representation, but the value of the fraction is not changed. ഇതിൻ്റെ representation മാത്രമേ മാറിയിട്ടുള്ളൂ, ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടില്ല. So let us look at this picture. ഇത് represent ചെയ്യുന്ന fraction എത്രയാണ്? There are 1, 2, 3, 4, 5, 6, 7, 8 equal parts. So the denominator is 8. Of this, 2 parts are shaded. So 2/8 എന്ന് എഴുതാം. This is same as 1/4. This is same as 1/4. In case ഇതിനെ നമ്മൾ 4 equal parts ആയിട്ട് എടുക്കണം. This is 1 part, this is second part, third part, fourth part. But this is 1 part out of it. So 2/8 is equal to 1/4. Here, instead of multiplying, I am dividing the numerator by 2, and at the same time I am dividing the denominator also by 2. Numerator name 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, denominator name 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1/4 കിട്ടി. Again these two fractions are equivalent fractions. So equivalent fractions find ചെയ്യാൻ either you can multiply the numerator and denominator by the same number, or you can divide the numerator and denominator by the same number. Numerator name, denominator name സെയിം നമ്പർ കൊണ്ട് ഒന്നുകിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക.
In both these situations, we get equivalent fractions. I hope the topic equivalent fractions are clear to all of you. Now, more equal parts, a whole is divided into, the smaller the fraction. Let us look at this. You can see this is divided into two equal parts. This represents another fraction 1 by 2 ആണ്. This represents the fraction 1 by 2. Now, almost same size of rectangle. It should be exactly same, but ഇവിടെ വരയ്ക്കുന്നതിൻ്റെ difference കാരണം it's appearing little different. So here I have divided into 3 equal parts. So 3 equal parts ആയിട്ട് divide ചെയ്താൽ you can see ഈ പാർട്ടിനെ നമ്മൾ പറയണത് എത്രയാണ്? 1 by 3 എന്നാണ്. 1 by 3 is smaller than or lesser than 1 by 2. അല്ലേ? ഇതിൻ്റെ സൈസ് എത്രയാണ്? ഇത്രയും ഉണ്ട്. 1 by 3 ആണെങ്കിലോ it's only this much. So from the picture you can see 1 by 3 is less than 1 by 2. Now, let me divide this into 8 equal parts. ഇതിനെ ഞാൻ 8 equal parts ആയിട്ട് divide ചെയ്തു. And let me consider one part out of it. ഇതിൽ one part consider ചെയ്യാം. ഇത് represent ചെയ്യുന്ന part എത്രയാണ്? 1 by 8 ആണ്. You can see 1 by 8 is smaller than 1 by 3. അല്ലേ? 1 by 8 1 by 3യേക്കാളും ലെസ് ആണ്. So here 1 by 8 എന്ന് പറഞ്ഞാൽ എന്താ? This is divided into 8 equal parts. So more equal parts, a whole is divided into. ഈ wholeനെ കൂടുതൽ number of parts ആയിട്ട് divide ചെയ്തിട്ടുണ്ട്. You get a smaller fraction. So the number of parts ആയിട്ട് divide ചെയ്യണത് ലെസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ലെസ് ആണ് എന്നുണ്ടെങ്കിൽ ബിഗർ ഫ്രാക്ഷൻ ആണ്, ഡിനോമിനേറ്റർ ബിഗർ ആണ് എന്നുണ്ടെങ്കിൽ സ്മോളർ ഫ്രാക്ഷൻ. So I hope this is clear. Now fraction as operators. Quarter എന്ന് പറഞ്ഞാൽ എന്താ? 1 by 4നെയാണ് നമ്മൾ quarter എന്ന് പറയുന്നത്. Half is 1 by 2 and 3/4 is 3 by 4. Half is 1 by 2, quarter is 1 by 4 and 3/4 is 3 by 4. So half of 12 find ചെയ്യണം. Half of 12 find ചെയ്യണം. Half of a number എങ്ങനെയാണ് നമ്മൾ find ചെയ്യുക? Divided by 2 ചെയ്താൽ മതി അല്ലേ? So half of 12 എന്ന് പറയുമ്പം എന്താ ചെയ്തത്? 12 divided by 2 ചെയ്തു. So here fraction is divided as an operation, and the operation that we are doing here is division. Unit fractions ന്റെ കാര്യമാണ് പറയുന്നത്. I am not talking about any other fractions. I am talking about unit fractions. So 1 by 2 of 12 എന്ന് പറഞ്ഞാൽ 12, it is equal to 12 divided by 2. Similarly 1 by 12 divided by 2 എത്രയാണ്? 6 ആണ് അല്ലേ? So half of 12 is 6. Similarly 1 by 5 of 25 find ചെയ്യണം. 1/5 of 25 ഇങ്ങനെ find ചെയ്യുക? 25 divided by 5. So here we are using this fraction as an operator, and the operator that we are and the operation that we are performing is ഇവിടെ എന്താ operation ചെയ്തത്? division ആണ് അല്ലേ? 25 divided by 5 is equal to 5. So here fractions, unit fractions are used as operators. ഇനി 3 by 4 of 12 find ചെയ്യണം. 3 by 4 of 12. So 3 by 4 of 12 find ചെയ്യാൻ എന്ത് ചെയ്യണം? 3 into ന്യൂമറേറ്ററും ഈ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 12 divided by 4.
3 into 12 എത്രയാണ്? It is 36. 36 divided by 4. 36 divided by 4 എത്രയാണ്? 9 ആണ്. So 3/4 of 12 is equal to 9. So I hope the topic fractions and fractions as operators are clear to all of you. Please watch the video, children. In case if you have any doubts, please do post it in the stream. That's all for today. Thank you and take care.